ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഒരു കാർ ആംപ്ലിഫയറിൻ്റെ, അത് വെറുതെ ഒരു കാർ ആംപ്ലിഫയറല്ല, ജാഗ്വർ എന്ന കമ്പനിയുടെ കാറിൻ്റെ ഒരു ആംപ്ലിഫയർ നമ്മൾ സർവീസ് ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. സർവീസ് ചെയ്ത് മൊത്തം കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് പ്രിലിമിനറി ചെക്കിംഗ് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ കൊളീഗ് ഉണ്ട്, അപ്പോൾ അദ്ദേഹത്തിന് ഇതേപ്പറ്റിയൊക്കെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പം കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, അതിപ്പോൾ എന്നോട് ചോദിക്കും. അതിൻ്റെ ആൻസർ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സാറേ, ഇപ്പോൾ നമുക്ക് ഈ ബോർഡ് വന്നാൽ ഇപ്പോൾ ഇതിന് നമുക്കൊരു ഡയഗ്രോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഇത് കൂട്ട് കുറേ ബോർഡൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലെ എന്താ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് എവിടെ സപ്ലൈ കൊടുക്കും അത് നമുക്കറിയത്തില്ലല്ലോ. അപ്പം നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കണേ? ഓക്കെ, ശരി. നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏതൊരു കാര്യമാണെങ്കിലും അതിനൊരു ഇപ്പം ഇതെന്ന് പറഞ്ഞ ഒരു കാർ ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇതിനൊരു 12 വോൾട്ട് DC ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 12 വോൾട്ട് DC കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇൻപുട്ടിൽ തന്നെ സ്റ്റാൻഡേർഡ് മാനുഫാക്ചറർ ഒന്നെങ്കിൽ ഒരു ഫ്യൂസിൻ്റെ ഒരു സെക്ഷനോ അല്ലെങ്കിൽ ഒരു ഡയോഡിൻ്റെ ഒരു സെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെക്ഷൻ ഉണ്ടാവും. പിന്നെ ഈ കപ്പാസിറ്റർ, ഈ മെയിനായിട്ട് നോക്കുക, ഇതിൻ്റെ ഒരു ഫുൾ സെക്ഷനിൽ ഒരു കപ്പാസിറ്റർ കാര്യങ്ങളും കാണും. ആ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ട്രേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കണക്ടർ നമുക്ക് കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ കണക്ടർ കണ്ടോ, ഈ കണക്ടർ ഇൻപുട്ട് വന്ന് കയറുന്നു. ഈ ഇൻപുട്ടിൻ്റെ അവിടെ തന്നെ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ് ഉണ്ടോ, ഇത് ആണ് ട്രാൻസിയന്റ് വോൾട്ടേജ് സപ്രസറിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന TSV ഡയോഡാണ്. TSV ഡയോഡ് എന്ന് പറയും, ട്രാൻസിയന്റ് വോൾട്ടേജ് സപ്രസർ. അതായത് നമുക്ക് കൂടുതലായിട്ടുള്ള കറണ്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ വോൾട്ടേജോ കാര്യങ്ങളോ കയറി വന്നു കഴിഞ്ഞാൽ അതിനെ സപ്രസ് ചെയ്തിട്ട് അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. സോ ഇത് ഒബ്വിയസ്ലി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സപ്ലൈയുടെ എവിടെയായിരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങൾ വരിക. ഓക്കെ സാർ, ഇപ്പോൾ അതിന്റെ അടുത്ത് തന്നെ വേറെ കമ്പൗണ്ട് കാണാലോ, അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ? അതെ, ഇതിന് എന്ന് പറയുമ്പോഴത്തേനും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പം ഒരു സ്റ്റാൻഡേർഡ് കമ്പനിയുടെ നല്ലൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന 12 വോൾട്ടിന്റെ അല്ലെങ്കിൽ എന്താണോ DC സപ്ലൈ, ആ DC സപ്ലൈ അതേപടി യൂസ് ചെയ്യുകയല്ല. നമ്മളിപ്പോൾ ലോക്കൽ ആയിട്ട് ഒരു ആംപ്ലിഫയറോ കാര്യങ്ങളോ സെറ്റ് ചെയ്താൽ ആ അതേ സപ്ലൈ തന്നെയായിരിക്കും ഫുൾ സെക്ഷനിലോട്ടും കടത്തി വിട്ട് ചെയ്യുക. ജസ്റ്റ് ഒരു റെക്ടിഫയറും കപ്പാസിറ്റർ വെച്ചിട്ടുള്ള ഒരു ഫിൽറ്ററും മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിന്റെ ഒരു കേസിൽ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മൾ എത്ര സപ്ലൈ കൊടുത്താലും അതിന് ഫുൾ ഒരു മോണിറ്റൈസിങ് അല്ലെങ്കിൽ എന്താ പറയുക, കറക്റ്റ് റെഗുലേഷൻ മെത്തേഡായിട്ട് കൊടുക്കും. സോ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഡക്ടർ പ്ലേസ്മെന്റ് ഉണ്ടാവും. ഇത് ഒരു ലൈൻ ഇൻഡക്ടർ പ്ലേസ്മെന്റ് ആണ്. നമ്മുടെ ആദ്യം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്ന പറഞ്ഞാൽ ഒരു P MOSFET, സ്വിച്ച് ചെയ്യുന്ന P MOSFET ഉണ്ട്. ഓക്കെ, അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ICകളും കാര്യങ്ങളോട് സ്വിച്ച് ചെയ്യുന്ന ICകൾ കാര്യങ്ങൾ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. P MOSFET ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് ലൈൻ ഇൻഡക്ടർ ഉണ്ട്. അതേപോലെ തന്നെ അതല്ലാതെ വരുന്ന ചോപ്പർ സർക്യൂട്ട് വരുന്നത്, അതായത് DC to DC റെഗുലേഷൻ സർക്യൂട്ട് വരുന്ന കമ്പോണന്റുകളാണ് ഇതെല്ലാം റെഗുലേഷൻ ആണ്. ഇവിടെ കംപ്ലീറ്റ്ലി റെഗുലേഷൻ ആണ്. സാർ, പിന്നെ നമ്മൾ വരുവാണെങ്കിൽ ഇപ്പൊ സാറ് പറഞ്ഞതിനകത്ത് 12 വോൾട്ട് സപ്ലൈ കൊടുത്താൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇത്രയും 12 വോൾട്ടിന് പ്രവർത്തിക്കുന്ന ഒരു സാധനത്തിന് ഇത്രയും കമ്പോണന്റിനൊക്കെ ആവശ്യമുണ്ടോ? അത് ഞാൻ പറഞ്ഞുതരാം. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ, ഡിസൈൻ ചെയ്യുമ്പം അതിന് സാധാരണ ലോക്കൽ കമ്പനിയെ അപേക്ഷിച്ച് സാധാരണ കമ്പനികൾ, അതായത് സ്റ്റാൻഡേർഡ് കമ്പനികൾ ചെയ്യുന്നതിന് പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷൻ സർക്യൂട്ടറി ഏറ്റവും കൂടുതൽ ആഡ് ചെയ്തിട്ടാണ് ഈ സാധനങ്ങളെല്ലാം വരിക. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു 24 12 വോൾട്ടോ ആണെങ്കിലും അത് മേ ബി ചേഞ്ച് ചെയ്യാതിരിക്കാം, ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ എല്ലാം വരാം. സോ അതാവുമ്പം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല ലെവൽ വോൾട്ടേജിലോട്ട് അത് കൺവേർട്ട് ചെയ്യുകയും അത് കറക്റ്റായിട്ട് തന്നെ അത് റെഗുലേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് മാത്രമുള്ള സപ്ലൈകളാണ് ഇങ്ങനെയുള്ള. കാരണം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പല സെക്ഷൻ ഓഫ് ICകളും എല്ലാ സാധനങ്ങളും വളരെ ഡെഡിക്കേറ്റഡ് ICകളാണ്. അത് മാത്രമല്ല ഇതിനുള്ളിൽ തന്നെ ഒരുപാട് പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ആ പ്രോസസ്സിംഗ് നടക്കുമ്പം ഇതിലെ വോൾട്ടേജ് ലെവലോ കാര്യങ്ങളോ എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യാസം വന്നാൽ തന്നെ ആ ICയും കാര്യങ്ങളും അടിച്ചു പോകാനും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതിരിക്കാനും ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. സൗണ്ട് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് വലിയൊരു സൗണ്ട് പ്രോസസ്സർ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സപ്ലൈ, സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. കാരണം നമ്മൾ ഇവർ വിശ്വസിക്കുന്നില്ല, പുറത്തുനിന്ന് കൊടുക്കുന്ന സപ്ലൈ കറക്റ്റ് ആണെന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഉള്ളിൽ തന്നെ അത് ഡിസൈൻ ചെയ്ത് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. സാറേ, പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന കുറെ IC കാര്യങ്ങൾ കാണാം. അപ്പൊ നമ്മൾ ഈ IC കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇപ്പം സപ്ലൈ വോൾട്ടേജ് ചെക്ക് ചെയ്യണം, കറക്റ്റ് സപ്ലൈ വോൾട്ടേജ്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടണമെന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ? ഇപ്പൊ ഇത് ഈ ബോർഡ് ഇപ്പൊ വർക്കിംഗ് അല്ല. അപ്പൊ നമുക്കിപ്പം ഇത് വർക്കിംഗ് കണ്ടീഷൻ ആക്കണമെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് പിന്നെ അതുപോലെ തന്നെ സപ്ലൈ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടണം. അതിന് ഡേറ്റ ഷീറ്റ് ആദ്യം എടുക്കണം. ആദ്യം തന്നെ ഏത് IC ആണോ ആ ICയുടെ കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ ഷീറ്റുകൾ നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു ഡേറ്റ ഷീറ്റ് എടുത്തതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ സപ്ലൈ വോൾട്ടേജ് എത്രയാണ്, അതിൻ്റെ ലിമിറ്റഡ് വാല്യൂവിലാണോ കിടക്കുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തെങ്കിലും IC കാര്യങ്ങൾ ബേൺ ഔട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തെർമൽ ആയിട്ടുള്ള
ഇതുവഴി നമുക്ക് ചെക്ക് ചെയ്യാം. തെർമൽ IR ടെമ്പറേച്ചർ സെൻസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ശേഷം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻപുട്ട് സപ്ലൈ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ VCC സപ്ലൈ ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഓരോ പിന്നും ഇപ്പോൾ ഒരു കമ്പറേറ്റർ IC ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നോട്ട് നമുക്ക് കിട്ടും. അതല്ലാന്നെങ്കിൽ ഒരു PWM IC ആണെങ്കിൽ അതിൻ്റെ പിന്നോട്ട് നമുക്ക് കിട്ടും. അത് വെച്ചിട്ടുള്ള സംഭവങ്ങൾ ട്രേസ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് ഇതിനകത്ത് ഒരു 4 ഔട്ട്പുട്ട് ഉള്ള ഒരു IC എന്ന് ഓർത്തു. അപ്പൊ നമുക്ക് കറക്റ്റ് 4 ഔട്ട്പുട്ട് തന്നെ കിട്ടിയാലേ ഇത് ഫംഗ്ഷൻ ആവുള്ളൂ. അത് ഫംഗ്ഷൻ ആവുള്ളൂ. അതായത് ഇപ്പം 4 ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു. ഈ 4 ഔട്ട്പുട്ടിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മേ ബി ഒരു ഔട്ട്പുട്ടേ എടുക്കുള്ളായിരിക്കും. ബാക്കിയെല്ലാം ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇന്റർലോക്ക് ആയിരിക്കും. ചിലപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു സ്വിച്ച് ആവാം, അല്ലെങ്കിൽ ഇതിന് കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു സേഫ്റ്റി രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനമാവാം. ചിലപ്പോൾ വോൾട്ടേജിന്റെ എന്തെങ്കിലും ഒരു സാധനത്തിൽ എന്തെങ്കിലും കൂടി വന്നു കഴിഞ്ഞാൽ വർക്ക് ആവത്തില്ലായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഇന്റർലോക്കിങ്ങിന്റെ സംവിധാനവും ഈ ഒരു ഇപ്പം കമ്പറേറ്റർ പോലുള്ള IC അല്ലെങ്കിൽ ഇന്റർലോക്കിംഗ് ICകൾ ഒത്തിരി ഉണ്ട്. അങ്ങനെ വഴിയായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട്. അതായത് വോൾട്ടേജ് വരത്തില്ല. അതായത് നമ്മൾ ഡയറക്റ്റ് കൊടുത്താൽ ബാക്കിയുള്ള ബോഡി വരുന്നുള്ള ഇതിനൊന്നും വോൾട്ടേജ് വരത്തില്ല. അതൊരു ഫർദർ മോണിറ്ററിങ് ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ, എക്സാക്ട്ലി കറക്റ്റ് ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് തരുന്ന രീതിയിലാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്ത് വിടുക. സാറേ പിന്നെ ഈ ടൈപ്പ് ഓഫ് ഫ്യൂസ് ആന്ന് പറഞ്ഞുതരാം. എങ്ങനെ ടൈപ്സ് ഓഫ് ഫ്യൂസ് ഇല്ലേ? ഗ്ലാസ് ഫ്യൂസ് അങ്ങനത്തെ. ഫ്യൂസ് ഓക്കെ. ഫ്യൂസ് ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് സംഭവം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എക്സ്ട്രാ ഒരു ഫ്യൂസ് കാണാനില്ല. സാധാരണ സർക്യൂട്ടിലൊക്കെ ഫ്യൂസ് കാര്യങ്ങൾ ആഡ് ചെയ്യും. പക്ഷേ അതിന് പകരം ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഈ TSV എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു വലിയ പ്രൊട്ടക്ഷനാണ്. ട്രാൻസിയന്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ ഒരു ട്രാൻസിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ വളരെ പീക്കായിട്ട് വരുന്ന ഒരു വളരെ സ്വീപ്പായിട്ട് വരുന്ന ഒരു വോൾട്ടേജിനെ അടിച്ചു കളഞ്ഞ് അതിനെ റെഗുലേറ്റ് ആക്കി ഇത് ചെയ്യുന്നത്. സോ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ രീതിയിലുള്ള ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഇതിന് ഗ്ലാസ് ഫ്യൂസോ കാര്യങ്ങൾ. ഗ്ലാസ് ഫ്യൂസിന്റെ ഇപ്പോൾ പല ടൈപ്പിലുള്ള ഫ്യൂസ് നമുക്ക് നോക്കുവാണെങ്കിൽ ഗ്ലാസ് ഫ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ HRC ഫ്യൂസ് ഉണ്ട്, അങ്ങനെ സെമി കണ്ടക്ടർ ഫ്യൂസ് ഉണ്ട്, ഒരുപാട് ഫ്യൂസസ് ഉണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ ഏരിയ നോക്കുവാണെങ്കിൽ പല രീതിയിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലാസ് ഫ്യൂസ് ആയിരിക്കും പല രീതിയിലുള്ള ലോക്കൽ സർക്യൂട്ടിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നത്. പക്ഷേ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫ്യൂസസ് ആയിരിക്കും ഇലക്ട്രോണിക് സംവിധാനത്തിൽ കാണുന്നത്. അപ്പോൾ സെമി കണ്ടക്ടർ ഫ്യൂസിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോണിക്സിന്റെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. വളരെ നാനോ സെക്കൻഡ് അല്ലെങ്കിൽ വളരെ മൈക്രോ സെക്കൻഡിനേക്കാളും മിനിമം ഗ്യാപ്പ് എടുത്തിട്ടാണ് അത് ഓഫ് ചെയ്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. സാർ പിന്നെ ഇതിന്റെ പ്രൊസസർ കാര്യങ്ങളൊക്കെ ഇതിന്റെ പ്രോസസർ ഓക്കെ, ഇതിന്റെ പ്രോസസർ നോക്കി കാണാൻ പറ്റും. പക്ഷേ ഈ കാണുന്ന മൊത്തം ഇതിന്റെ സൗണ്ട് പ്രോസസറാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പ്രോസസറിലാണ് ഇതിന്റെ DAC, അതായത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ, അതേപോലെ തന്നെ സൗണ്ടിന്റെ ഫ്രീക്വൻസി, ഈ പറഞ്ഞ പോലെ പല രീതിയിലുള്ള സംഭവങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ഈ ഒരു ചിപ്പ് സെക്ഷനിലാണ്. സോ ഇത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു DC സെക്ഷനും കാര്യങ്ങളും എല്ലാം, ഇത്രയും സെക്ഷനും ഇതിന്റെ പവർ റെഗുലേഷൻ സെക്ഷനാണ്. ഈ കാര്യങ്ങളെല്ലാം ഇത് ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഈ ഒരു പ്രോസസറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന്, പ്രോസസർ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതെന്തിനു യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാട്ടിന്റെ എടുക്കുകയാണെങ്കിൽ ആ പാട്ടിൽ ഒരുപാട് ഫ്രീക്വൻസി വേവ് ലെങ്ത് കടന്നു വരും. അത് കറക്റ്റായിട്ട് അതിനെ ഫ്രീക്വൻസി സെപ്പറേറ്റ് ചെയ്ത് ക്രോസ് ഓവർ എന്ന് പറയും. ആ ഒരു പ്രോസസ്സിനെ ക്രോസ് ഓവർ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഫ്രീക്വൻസി ഇപ്പം ഷാൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു വോയിസ് എടുക്കുകയാണെങ്കിൽ തന്നെ ആ വോയിസിൽ തന്നെ ഒരുപാട് സർട്ടൻ ഫ്രീക്വൻസികളാണ് വരിക. അപ്പോൾ ആ ഫ്രീക്വൻസിയിൽ ഇന്ന മോഡുലേഷൻ, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, ബാസ്, ബേസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പ്രോസസ്സ് ചെയ്ത് കറക്റ്റ് ഇത് കിട്ടുമ്പോഴാണ് അതിന്റെ എല്ലാ ഔട്ട്പുട്ടുകളും കറക്റ്റായിട്ട് ഓരോ സ്പീക്കറിൽ കൊടുത്തിട്ടാണ് നമുക്ക് കറക്റ്റ് നല്ല രസമുള്ള, അതായത് ഇതിലൊക്കെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് വളരെ രസമായിട്ട് ലോക്കൽ സെറ്റ് കേൾക്കുന്ന പോലെയല്ല, വളരെ രസമായിട്ട് കേൾക്കും. അതിന്റെ ഒരു ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോസസ്സർ, സൗണ്ട് പ്രോസസ്സർ യൂസ് ചെയ്യുന്നുണ്ടാണ്.